പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ശാലോം ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സകല ദൈവമക്കൾക്കും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവ് ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ ശുശ്രൂഷ ചെയ്യുന്നതായ ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സാഹചര്യത്തിൽ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ശീമോൻ്റെ പടക ചോദിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യമാണ്. പ്രസംഗമെല്ലാം കഴിയുമ്പോൾ പത്രോസും കർത്താവുമായിട്ടുള്ളതായ ഒരു സംഭാഷണം, 5 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അതിന് ശീമോൻ, നാഥ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ദൈവസന്നിധി ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവേ, ഗന്നസരെ തടാകത്തിൻ്റെ തീരത്ത് കേവലം മീൻപിടുത്തക്കാരായിരുന്ന ശീമോനെയും അവൻ്റെ കൂട്ടുകാരെയും മീൻ പിടിക്കുന്ന വേലയിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന വേലയിലേക്ക് വിളിച്ചു വേർതിരിക്കുന്ന അവിടുത്തെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ നിൻ്റെ സന്നിധിയിൽ എപ്രകാരം നിന്നെ പിൻപറ്റുവാൻ അവർക്ക് മനസ്സായോ, അപ്രകാരം ഇന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ വചനമുഖാന്തരം തിരുവചനത്തെ പിൻപറ്റുവാനുള്ള കൃപ ഞങ്ങളിലേക്കും പകർന്നു തരണമേ. കർത്താവേ, ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിന്ന് നീ പ്രസംഗിക്കുമ്പോൾ വലിയ ജനക്കൂട്ടമാണ്. തിക്കിത്തിരക്കുന്നതായ സാഹചര്യത്തിൽ ആ കരയിൽ നിന്ന് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ശീമോൻ എന്ന പേരുള്ളതായിരിക്കുന്ന വ്യക്തിയുടെ പടക നീ ചോദിക്കുന്നു. അവർ പ്രഭാതത്തിൽ അധ്വാനം പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ രാത്രിയുടെ കഠിനമായിരിക്കുന്ന അധ്വാനം കഴിഞ്ഞ് പ്രഭാതത്തിൽ ഒരു ശൂന്യതയായി, അല്ലെങ്കിൽ യാതൊന്നും ഇല്ലാത്തവരായി, രാത്രിയുടെ അധ്വാനം മുഴുവനും നിഷ്ഫലമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതാ അവർ മടങ്ങിപ്പോകുവാൻ, വല കഴുകി കുടുംബത്തിലേക്ക് തിരികെ പോകുവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ പടകിനെ നിൻ്റെ വേലയ്ക്കായി നീ അവരോട് ചോദിക്കുന്നുവല്ലോ. ആ രാത്രിയുടെ അധ്വാനമൊക്കെ ഉണ്ട്. അയ്യോ, ഇപ്പം എനിക്ക് വചന ശുശ്രൂഷിക്കുന്നു നേരമില്ല, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു, രാത്രി അധ്വാനിച്ചു, മാത്രമല്ല ഒന്നും കിട്ടിയുമില്ല. ഇങ്ങനെ ഒരു പ്രഭാതത്തിൽ കർത്താവ് എന്ന അവൻ്റെ അത്ഭുത ശക്തികളെ തിരിച്ചറിയാതെ കൊണ്ട്, അവനുമായി ബന്ധമില്ലാതെ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, അവർ കർത്താവിന് വേണ്ടി ആ പകൽ കുറച്ച് സമയം കൂടെ ആ കടലിൽ തങ്ങളുടെ പടകുകൾ ഉപയോഗിക്കുവാനായി സമയം കണ്ടെത്തുകയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഒന്നും അറിയാതെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗഭാഗിത്വം അവർ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ കർത്താവ് പടകിലിരുന്നു കൊണ്ട് വചന ശുശ്രൂഷ പൂർത്തിയാക്കിക്കൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ശീമോൻ പറയുകയാണ്, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ വർഷങ്ങളായി, തലമുറയായി ഈ തടാകത്തിൽ മീൻ പിടിക്കുന്നവരാ. ഇവിടെ എവിടെയാണ് മീനുള്ളതെന്നും അതെങ്ങനെ പിടിച്ചെടുക്കണമെന്നും നല്ല പരിചയം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ രാത്രിയുടെ ഞങ്ങളുടെ അധ്വാനം ഒന്നും ഞങ്ങൾക്ക് നൽകാതെ അതെല്ലാം ശൂന്യമായി, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്കായി ഈ പ്രഭാതം ഞങ്ങൾ സമീപിച്ചിരിക്കുക. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ ശീമോൻ പറയുന്നതായ വാക്ക് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഈ സമയത്തെ ധ്യാന വിഷയമതാണ്. എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുള്ളതായിരിക്കുന്ന ശീമോൻ പത്രോസിൻ്റെ സമർപ്പണമാണ് നമ്മുടെ ചിന്താവിഷയം. ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ വിദഗ്ധരാണ്, പക്ഷേ പരാജയപ്പെട്ടിരിക്കുക. ഇവിടെ വചന ശുശ്രൂഷ കഴിയുമ്പോൾ ദൈവവചനത്തിൻ്റെ സാന്നിധ്യമുള്ളതായിരിക്കുന്ന ആ പടകിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവേൻ.
പരിചയസമ്പന്നരായ മീൻപിടുത്തക്കാർ. അധ്വാനം നിഷ്ഫലമായ പ്രഭാതം. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അധ്വാനിച്ചിട്ട് തകർച്ച വന്ന ധാരാളം ആളുകളില്ലേ? ബിസിനസ് തകർന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, കൃഷി നശിച്ചവർ, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരിയേറെ കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അതേ അവരോടാണ് പറയുന്നത്, നീ അല്പം കൂടി കഠിനമായി ആഴത്തിലേക്കൊന്ന് വലയിറക്കുക, നിൻ്റെ പ്രയത്നം ഒന്നുകൂടെ കഠിനമാകട്ടെ. അങ്ങനെ പറയുന്നവൻ ആര്? നിൻ്റെ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും നിനക്ക് മാർഗം തെളിയിച്ചു തരുവാൻ കഴിവുള്ള കർത്താവിൻ്റെ ശബ്ദമായിരുന്നു അത്. അപ്പോൾ പത്രോസ് പറയുന്നത്, ശീമോൻ പറയുന്നത്, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വാക്കിന് കീഴ്പ്പെടുന്നതായ ജീവിതങ്ങളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ശീമോൻ വലയിറക്കി. രാത്രിയിൽ ആ പ്രദേശത്തും ഒരു മീൻ പോലും ഇല്ലായിരുന്നു, ഒന്നുപോലും കിട്ടിയില്ല. അവർക്ക് ചുട്ടുകൂട്ടുവാൻ പോലും കിട്ടിയില്ല. പക്ഷേ ഇതാ 2 പടക് നിറയെ മത്സ്യം പിടിക്കുന്നതായിരിക്കുന്ന ശിഷ്യന്മാരെ നമ്മളിവിടെ കാണുന്നു. അതെന്തുകൊണ്ട് സംഭവിച്ചു? കർത്താവിൻ്റെ വാക്കിന് വലയിറക്കാം എന്നുള്ളതായ സമർപ്പണമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം, നിൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനം നിനക്ക് നിഷ്ഫലമായി തീരുന്ന സാഹചര്യം, ഇനിയും ഒന്നും അധ്വാനിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം, ഇനി കൃഷി ഇറക്കിയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം, ഇനിയും ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെയും എന്നെ കേൾക്കുന്നവരിലുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിൻ്റെ അധ്വാനം കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെടുന്നതായി തീരട്ടെ. അവൻ്റെ വചനം അനുസരിക്കുവാനും അവൻ്റെ വചനത്തിന് വാക്കിന് വലയിറക്കുവാനും ശീമോൻ തയ്യാറാകുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. ഈ ദൈവം നമ്മുടെ മേൽ അനുഗ്രഹങ്ങളെ ചൊരിയും, കൃപകളെ ധാരാളമായി തരുന്ന ഒരു ദൈവമാണ്. ഒരിക്കൽ ഒരു പ്രിയപ്പെട്ട പൈതൽ അമ്മയുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നു. ആ മകൻ അമ്മയുമായി പല സ്ഥലത്തും ചുറ്റിക്കറങ്ങി, പലരെയും കണ്ടു, പ്രശ്നങ്ങളുടെ പരിഹാരമില്ലാതെ വളരെ തകർന്ന ഒരവസ്ഥയിൽ. എന്താണ് പശ്ചാത്തലം എന്നറിയുവാൻ വേണ്ടി കൗൺസിലിംഗ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെയും അവരുമായിട്ട് ചിന്തിച്ചു. ശരിയായിട്ടുള്ള ഒരു വിഷയവും കണ്ടെത്തുന്നില്ല. അവസാനം പിരിയുവാറാകുമ്പോൾ ആ മകൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി. ദൈവത്തോടുള്ള വാക്തത്വം, അവരേറ്റെടുത്തതായ വാക്തത്വം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ശബ്ദം. ഞാൻ അവരെ വീണ്ടും അവിടെ ഇരുത്തി, അവരോട് സംസാരിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അതെന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോടൊരു വാക്തത്വം കൊടുത്തിട്ടുണ്ട്, അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് സംഭവം? ഇതും ഒരു വിധവയായ ഒരു സ്ത്രീ ആയിരുന്നു. ആ ഏകമകൻ, ആ മകൻ്റെ ബാല്യകാലത്ത് 4-5 വയസ്സുള്ളപ്പോൾ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ മറ്റു വീടുകളിലൊക്കെ വേല ചെയ്തും പല കൂലിവേലകളൊക്കെയും ചെയ്ത് ഈ മകനെ വളർത്തി. അവൻ MCA പാസ്സായി, MBA കൂടെ എടുത്തു. കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് ഈ കുഞ്ഞിനെ പഠിപ്പിച്ചു. നല്ലൊരു ജോലി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൺവെൻഷൻ പ്രസംഗം പള്ളിയിൽ നടന്നു. ആ പ്രസംഗത്തിൽ വെച്ച് തീരുമാനമെടുത്തു, ദശാംശങ്ങൾ ദൈവത്തിന് കൊടുക്കുവാനുള്ള സന്ദേശം മാലാഖിയിലൂടെ കേട്ടവർ എടുത്തു വയ്ക്കുവാൻ സ്ഥലം തയ്യാതുപോലെ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കാമെന്ന വചനം കേട്ടപ്പോൾ തങ്ങളുടെയും ദശാംശങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. ദശാംശങ്ങൾ കൊടുക്കാമെന്ന് ദൈവത്തോട് തീരുമാനിച്ചുകൊണ്ട്, ദൈവമേ നിൻ്റെ വാക്തത്വ പ്രകാരം ഞങ്ങൾക്ക് നല്ലൊരു കാലം തരണമെന്ന് പ്രാർത്ഥിച്ച് ജീവിച്ച ആ അമ്മയ്ക്കും മകനും നല്ല കാലം ദൈവം കൊടുത്തു. ഗൾഫിലൊരു ജോലി, ഏതാണ്ട് 75,000-80,000 രൂപ ശമ്പളം കിട്ടുന്നതായ ഒരു ജോലി. ആ മകൻ 2-3 മാസം കൊണ്ട് ആ ജോലിയിലേക്ക് പോകുന്നു. ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ മകൻ അമ്മയെ വിളിച്ചു, അമ്മയെ ശമ്പളം കിട്ടി, ഏതാണ്ട് ഇത്രയും 80,000 രൂപയോളം ഉണ്ട്. നമ്മൾ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഒരു പുതിയ ജോലിയും സാഹചര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ദശാംശങ്ങളെ കൊടുക്കാമെന്ന്. നാട്ടിലായിരുന്നപ്പോൾ ബോംബെയിൽ ജീവിച്ചപ്പോൾ വെറും 10,000 രൂപ മാത്രമാണ് കിട്ടിയിരുന്നത്. അത് പ്രകാരം ഉള്ള ദശാംശം കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 80,000 രൂപ സാലറി കിട്ടുന്നു, ദശാംശം എത്ര കൊടുക്കണം എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മകനെ 10,000 രൂപ ശമ്പളമുള്ളപ്പോഴാണ്
ദൈവത്തിന് നമ്മൾ ദശാംശം കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ 10,000 രൂപയുടെ ദശാംശം തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലല്ലോ, ദൈവം നമുക്ക് തരുന്നതിൻ്റെ ദശാംശം അല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ 80,000 കിട്ടിയപ്പോൾ 8,000 രൂപ ദശാംശമായി കൊടുക്കേണ്ടതല്ലേ അമ്മേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാം 10 രൂപ 10,000 രൂപ ശമ്പളമുള്ള സാഹചര്യത്തിൽ ദശാംശം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 1000 രൂപ കൊടുത്താൽ മതി. അതവൻ്റെ മനസ്സിൽ ഒരു ഭാരമായി കിടന്നു. അവസാനം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിന് അവൻ്റെ ബുദ്ധിമണ്ഡലം വേണ്ടതുപോലെ പ്രവർത്തിക്കാതായി, അവൻ്റെ ഓർമ്മകൾ തെറ്റുവാൻ തുടങ്ങി, ചെയ്യുന്ന ജോലിയെ തെറ്റുവാൻ തുടങ്ങി, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അവനൊരു മാനസികമായി തകർന്നവനായി നാട്ടിൽ വരുന്നു, പല സ്ഥലത്തും പോയി, പരിഹാരമില്ല. അവസാനം ദൈവത്തോടുള്ള വാക്ക് പാലിക്കാത്തത് ജീവിതത്തിന് തകർച്ചയായി കണ്ടെത്തുകയും വീണ്ടും അത് പുനരായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് തന്നെ ജീവിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് മടങ്ങി വരികയും പ്രാർത്ഥിക്കുകയും തുടർന്നൊരു 6 മാസം കഴിയുമ്പോഴത്തേനും അവൻ സുഖം പ്രാപിച്ച് വീണ്ടും ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് അതിനേക്കാൾ നല്ല സാലറിയുള്ള ഒരു ജോലിയിലേക്ക് പോകുകയും അവൻ്റെ എല്ലാ രോഗഭാരങ്ങളും മാറുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനപ്രകാരം കൊടുക്കുവാനുള്ള ദശാംശങ്ങൾ പൂർണ്ണമായിട്ട് കൊടുക്കുകയും ചെയ്ത സാഹചര്യം. പലപ്പോഴും ദൈവവചനത്തിന് കീഴ്പ്പെടുമ്പോൾ ദൈവം തരുന്ന സമൃദ്ധിയെ അത് ദൈവത്തിൻ്റെ ദാനമായി സ്വീകരിക്കാതെ എൻ്റെ അധ്വാനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം വീണ്ടും വീണ്ടും തകർച്ചകളുണ്ടാകുന്നു. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. ശീമോൻ പറയുന്നത്, ഞാൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല, ഈ സ്ഥലത്തൊന്നും മീനില്ല, ഇപ്പം അതെല്ലാം പോയിരിക്കുക, പക്ഷേ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ മീൻ പിടിക്കുന്നവർ മനുഷ്യരെ പിടിക്കുന്നവരായി മിശിഹാതമ്പുരാൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ കർത്താവിനോട് കൂടെ 3.5 വർഷക്കാലം ജീവിച്ചു. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടു. എന്നാൽ യേശു ക്രിസ്തു പിടിക്കപ്പെടുകയും അവൻ ക്രൂശിക്കപ്പെടുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ടു ചിതറിപ്പോകുവാനായിട്ട് തുടങ്ങി. ഈ കർത്താവ് പുനരുദ്ധാനം ചെയ്തു, പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷമായി. എന്നിട്ടും അവർക്കിതാ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു സംശയമായി കിടക്കുകയാണ്. അത് ഭൂതമാണോ എന്ന് സംശയിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. പല വിധത്തിലും എന്തോ മായയാണെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്നു. അവസാനം ശീമോൻ പത്രോസ് പറയുന്നത്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ ശീമോൻ കർത്താവിൻ്റെ വാക്കിന് വലയിറക്കി അത്ഭുതപരമായിരിക്കുന്ന മത്സ്യശേഖരമുണ്ടായവൻ, കർത്താവിൻ്റെ വചനപ്രകാരം ലഭിച്ച ഒരു മത്സ്യവും ഉപയോഗിക്കാതെ അതിനെ കടലിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയവൻ, പടകും വലയും അവിടെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയവൻ, ആ വിശ്വാസം തീഷ്ണതയോടെ ആരംഭിക്കുന്നുവെങ്കിലും അതിതാ വളരെ വളരെ തണുത്തു പോകുന്ന അനുഭവമാണ്. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥാനിയേലും സബദി മക്കളും അവർ ശിഷ്യന്മാർ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഇതാ കർത്താവിനോട് കൂടെ 3.5 സംവത്സരം അവൻ്റെ ശുശ്രൂഷയുടെ പങ്കാളിത്തം, അവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് ഈ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷമായി കാണിച്ചു കൊടുത്തിട്ട് ശിഷ്യന്മാർ വീണ്ടും സംശയാലുക്കളായി അവിടെ നിന്ന് യേശു അവരെ വിളിച്ച വേലയിൽ നിന്ന് പുറകോട്ട് പോകുന്നതായ സന്ദർഭം വരികയാണ്. ശീമോൻ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക. നമ്മുടെ പഴയ വലയും ആ വഞ്ചിയും എല്ലാം അവിടെ തന്നെ ഉണ്ട്, അതൊന്നും ആരും മോഷണം കൊണ്ടുപോയിട്ടില്ല. അവരിടയ്ക്ക് ഈ ശുശ്രൂഷയ്ക്കൊക്കെ ഗലീലാട് തീരത്തോടെ പോകുമ്പോൾ അതവിടെ കിടക്കുന്നവർ കാണുന്നുണ്ടാവണം, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണെന്ന് പറയുന്നു. അങ്ങനെ മീൻ പിടിക്കുവാൻ പോയി. ശിഷ്യന്മാർ മറ്റുള്ളവരും കൂടെ പോയി. അന്ന് ആ രാത്രി അവർ അധ്വാനിച്ചു. 4-ാം വാക്യം, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നത് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. ഇതാ കർത്താവാണെന്നറിയാതെ കരയിൽ നിന്നുകൊണ്ട് കടലിൽ വള്ളത്തിലിരിക്കുന്നതായ മനുഷ്യരോട് സംസാരിക്കുകയാണ്. അവർ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്നാണ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? മീൻപിടുത്തക്കാർ മീൻ പിടിച്ച് കരയിൽ വരുമ്പോൾ
അതൊക്കെ ഒന്ന് വേവിച്ച് ചുട്ടുകൂട്ടി അത് കഴിച്ച് പോകുന്ന രീതി അവിടെ ഉണ്ടായിരുന്നു എന്ന ഒരു സൂചനയാണ് ഈ ഭാഗത്ത് തരുന്നത്. ഇതാണ് ഞാൻ ഓർപ്പിച്ചത്. കർത്താവ് ആണെന്നറിയാതെ കുഞ്ഞുങ്ങളെ കൂട്ടുവാനല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് മറുപടി പറയുന്നു. ഓർക്കുക, 2 രാത്രിയുടെ പ്രയത്നങ്ങളെയാണ് ഈ സമയം ഞാൻ നിങ്ങളുടെ ധ്യാന വിഷയമാക്കുന്നത്. ഒന്ന് ഗന്നസരത്ത് തടാകം, ഗലീല എന്ന് പറയുന്നതും ഗന്നസരത്ത് എന്ന് ദെബരേസ് എന്ന് പറയുന്നതുമെല്ലാം ഈ ഒരു ഗലീല കടലിൻ്റെ ഓരോ കടവുകൾ മാത്രമാണ്. അത് വേറെ വേറെ കടലല്ല. അത് ഗലീല കടലിൻ്റെ ഓരോ കടവുകളാണ്, ബോട്ട് ജെട്ടികളാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഗന്നസരേ ബോട്ട് ജെട്ടിയിലാണ് ആദ്യം ശീമോനെ കണ്ടുമുട്ടുന്നത്. ആ രാത്രി ഒന്നും കിട്ടിയില്ല. പക്ഷേ നിൻ്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞ് പത്രോസ് വലയിറക്കുമ്പോൾ 2 വള്ളം നിറച്ച് മീൻ പിടിക്കുവാനായിട്ട് സാധിച്ചു. ഇതാ ആ കാലം കഴിഞ്ഞ് 3.5 വർഷം പിന്നിട്ടിരിക്കുക. കർത്താവ് മരിച്ചു, അവർക്ക് കൂടെ ഇപ്പോൾ ഇല്ല. ആ ഒരു ഭയം അവരുടെ ജീവിതത്തിലെ അവരുടെ ശുശ്രൂഷയെ അത് പിന്നോട്ടടിച്ചു മാറ്റുകയാണ്. വിശ്വാസം അവിശ്വാസത്തിലേക്ക് പോകുന്നു. അതുവഴി പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ജീവിതമാർഗം പഴയ തൊഴിൽ തന്നെ എന്ന് കണ്ടെത്തുന്നതായ സാഹചര്യം. ആ രാത്രിയിലും അവർ അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഇതാ കടൽക്കരയിലേക്ക് അവരടുത്ത് വരികയാണ്. കടൽക്കരയിൽ നിന്ന് സംസാരിക്കുന്ന ശബ്ദം അവർ കേട്ടു. കുഞ്ഞുങ്ങളെ വല്ലതും കൂട്ടുവാനുണ്ടോ? ഒന്നുമില്ല. കർത്താവിനറിയാം ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. കർത്താവിന് മുൻകൂട്ടിയെ അറിയാം. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഒന്നും അവിടെ കയ്യിലില്ല. അപ്പോൾ പറയുകയാണ്, പടകിൻ്റെ വലതുവശത്ത് വല വീശുവിൻ. തീരത്തോടടുത്തിരിക്കുക. ആദ്യമേ പറഞ്ഞത് ആഴത്തിലേക്ക് വലയിറക്കുവാനാണ്. ഇവിടെ പടകിൻ്റെ വലതുവശത്ത് ഏകദേശം തീരത്ത് നിന്ന് സംസാരിച്ചാൽ കേൾക്കാവുന്ന അത്രയും ദൂരത്തിൽ അവരായിരിക്കുമ്പോഴാണ് പടകിൻ്റെ വലതുവശത്ത് വലയിറക്കുവാനുള്ള കൽപ്പന കിട്ടുന്നത്. അത് യേശു എന്നറിഞ്ഞു. താൻ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. പത്രോസ് നഗ്നനായിരുന്നു. അവൻ തൻ്റെ അരയിൽ തൻ്റെ തുവാല ചുറ്റി കടലിലോട്ട് ചാടി കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ കർത്താവ് പറയുന്നത് പടകിൻ്റെ വലതുവശത്ത് വല വീശുവീൻ. അവരങ്ങനെ ചെയ്തു. അതാ രാത്രിയിലൊന്നും കിട്ടാതിരുന്നിട്ട് ഈ കരയോട് തീരത്തോട് അടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന കടലിൻ്റെ ഭാഗത്ത് പൊടിമീനുകളാണുള്ളത്. പക്ഷേ ഇതാ കർത്താവിൻ്റെ വചനപ്രകാരം അവർ ചെയ്തപ്പോൾ അത്ഭുതം സംഭവിക്കുകയാണ്. 153 വൻ മത്സ്യത്തെയാണ് ആ ഒരു വല കൊണ്ട് വലയിടുന്നത് കൊണ്ട് അവർക്ക് പിടിക്കുവാനായിട്ട് സാധിച്ചത്. അത് കർത്താവെന്നറിഞ്ഞു. എന്നാൽ കരയിൽ അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ പ്രാതൽ ഒരുക്കി. ഈ ഗുരുവായവൻ, കർത്താവായവൻ, കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നവൻ കാത്തിരിക്കുകയാണ്. അപ്പവും മീനും അവർക്ക് വേണ്ടി ആ കരയിൽ കർത്താവ് ഒരുക്കി അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. എന്തെന്നാൽ ഇത് പ്രേതവും ഭൂതവും ഒന്നുമല്ല എന്ന സത്യം, ജീവനോടുകൂടി ഇരിക്കുന്നു എന്ന സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് അവിടെ കർത്താവ് ചെയ്യുന്നതായ കാര്യം. 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ വചനപ്രകാരം വാക്കിന് വലയിറക്കുന്നതായ പത്രോസ്. അവസാനത്തെങ്കിലും പ്രയത്നമെല്ലാം നിഷ്ഫലമായിരിക്കുന്ന സാഹചര്യത്തിൽ പടകിൻ്റെ വലതുവശത്ത് വലവീശുവീൻ എന്ന വചനമനുസരിക്കുന്നതായ ശിഷ്യ സമൂഹം അവൻ്റെ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ സമൃദ്ധിയെ ദൈവം അവർക്ക് വേണ്ടി നൽകുകയാണ്. സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പടകിൽ, ജീവിതമാകുന്ന പടകിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. രാത്രികൾ അവർ അധ്വാനിച്ചു, പടകിൽ യേശുവില്ലായിരുന്നു. രാത്രിയുടെ അധ്വാനത്തിൽ യേശുവില്ലാത്ത അധ്വാനമായിരുന്നു. ഫലം ശൂന്യമായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവില്ലാത്ത പ്രയാണം, യേശുവില്ലാത്ത പ്രയത്നം പലപ്പോഴും നിഷ്ഫലമായി തീരാറുണ്ട്. 127 സങ്കീർത്തനം. യഹോവ പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും ഏറെ വൈകി കിടക്കുന്നതും അധിക പ്രയത്നം ചെയ്തും വൃഥാവത്രേ. തൻ്റെ ദാസനോ അവൻ ഉറക്കത്തെ കൊടുക്കുന്നു എന്ന് 127 സങ്കീർത്തനം പറയുന്നു. ഉറക്കം എന്നത് ആശ്വാസമാണ്, സ്വസ്ഥതയാണ്, സമാധാനമാണ്. ഇതെല്ലാം ഉള്ളവനെ ഉറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ കഠിനമായി അധ്വാനിക്കുകയും രാത്രിയുടെ യാമങ്ങൾ മുഴുവനും പ്രയത്നിക്കുകയും ചെയ്താലും ഒന്നുമില്ലാത്തതായ ഒരു ശൂന്യതയിലേക്ക് അവൻ വന്നു വീഴുമ്പോൾ ഓർക്കുക, നിൻ്റെ പടകിൽ യേശു ഉണ്ടായിരുന്നു. നിൻ്റെ പടകിൽ യേശുവിൻ്റെ വചനത്തിന് നീ കീഴ്പ്പെട്ടിരുന്നുവോ?
എങ്കിൽ മാത്രമേ നിൻ്റെ പ്രയത്നം നന്മയായി തീരുകയുള്ളൂ. സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുവാൻ ഞാൻ യോഗ്യനാണോ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. എൻ്റെ ജീവിതമാകുന്ന പടകിൽ യേശുണ്ടോ? നിൻതോണിയിൽ യേശുണ്ടോ? നിൻതോണിയിൽ കർത്താവുണ്ടോ? അക്കരയ്ക്ക് നീ യാത്ര ചെയ്യുകയല്ലേ? ഈ ലോകം നിനക്ക് ശാശ്വതമല്ലല്ലോ. വരുവാനുള്ള നിത്യമായ ഒരു ലോകമാണ് നിൻ്റെ അവകാശം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് വിശുദ്ധനായ പൗലോസ്ലീഹ സാക്ഷിക്കുന്നു. നാം ആ സ്വർഗീയ പൗരത്വത്തിലേക്കുള്ളതായ പ്രയാണത്തിലാകയാൽ ഇതൊരു മരുഭൂയാത്രയാണ് എന്ന് ചിന്തിക്കുവാൻ സാധിക്കും. അവിടെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി കൂടെയിരിക്കുന്ന ദൈവസാന്നിധ്യമുണ്ടോ? അഗ്നി പറയും ജീവജലം തരുന്ന ദൈവസാന്നിധ്യമുണ്ടോ? ഘോരമായിരിക്കുന്ന മരുഭൂമിയിൽ വെന്തുപോകാതിനെ കാക്കുന്ന മേഘസ്തംഭമുണ്ടോ? എങ്കിൽ മാത്രമേ എൻ്റെയും നിൻ്റെയും ജീവിതം സന്തോഷമായിരിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന ശീമോൻ പത്രോസിൻ്റെ സമർപ്പണം, വലതുഭാഗത്ത് വീശുവീൻ എന്ന കൽപ്പനയെ അനുസരിക്കുന്ന ശിശു സമൂഹം സമൃദ്ധിയും നന്മകളും അനുഭവിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. ആകയാൽ നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന സമർപ്പണം എല്ലാ വിശ്വാസികളും ഏറ്റെടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നാം അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിന് കീഴ്പ്പെടുത്തുവാനും സമർപ്പിക്കുവാനും തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുത കാര്യങ്ങളെ നിവർത്തിച്ചു തരും. നമ്മുടെ മുമ്പിലുള്ളതായ പ്രശ്നങ്ങളുടെ പരിഹാരം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കും. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അവൻ്റെ സമർത്ഥമായ ശ്രീഭണ്ഡാരം തുറന്ന് നമുക്ക് തക്ക സമയത്ത് നൽകുവാൻ ദൈവം നമ്മിൽ പ്രസാദിക്കുമെന്ന് നാം തിരിച്ചറിയണം. അതുമാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനുമുള്ളതായ മാർഗമെന്ന് പറയുന്നത്. എന്നാൽ ഈ വഴി തിരിച്ചറിയാതെ കൊണ്ട് ജീവൻ്റെ പാത വിട്ട് മായയുടെ പിന്നാലെ ഓടി നടക്കുന്നതായ ഈ പുതിയ സമൂഹം, ആധുനികതയുടെ പിന്നാലെ ഓടുന്നതായ സമൂഹം, സമൃദ്ധിയും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന സമൂഹം ഇതാ ദുഃഖത്തിലും പ്രയാസങ്ങളിലും കഷ്ടതകളിലും അവസാനം ജയിൽ അഴികളിലുമായി തീരുന്നതായ അനുഭവമാണ് ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നാം കേട്ട വചനത്തോട് നമുക്ക് പ്രതികരിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചുകൊള്ളാമെന്ന് തീരുമാനമെടുക്കാമോ? എങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു സന്ധിയിൽ ഈ നിമിഷം അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ, എല്ലാ ഭാരങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായ ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.